ആരോഗ്യജീവിതം ആയുർവേദത്തിലൂടെ എന്ന ആരോഗ്യ പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യമായി പതിവുപോലെ കത്തുകളിലേക്ക് കടക്കുന്നു. ഡോക്ടർ, കുറേ നാളായി നെഞ്ചരിച്ചിലും വയറുവേദനയുമാണ്. ആഹാരം കഴിക്കുമ്പോഴും വിശന്നിരിക്കുമ്പോഴും വേദനയാണ്. എൻ്റെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് സമയത്ത് കൃത്യമായി ആഹാരം കഴിക്കുവാൻ കഴിയുന്നില്ല. ഈ വേദനയോടൊപ്പം ഗ്യാസിൻ്റെ അസുഖവും മലബന്ധവും ഉണ്ട്. ഇടയ്ക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ വേദന കുറയുന്നു. മരുന്ന് നിർത്തുമ്പോൾ വേദന വീണ്ടും വരും. ഇപ്പോൾ പുളിച്ചു തട്ടലും കൂടെ ഛർദിയും ഉണ്ടാകുന്നുണ്ട്. ആയുർവേദത്തിൽ ഈ അസുഖത്തിന് ചികിത്സയുണ്ടോ ഡോക്ടർ? മരുന്ന് ഈ പങ്ക്തിയിലൂടെ നിർദ്ദേശിക്കാം. സാധാരണ പുളിച്ചു തകട്ടൽ, മലബന്ധം, നെഞ്ചരിച്ചിൽ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകുന്നത് കുടലിലുണ്ടാകുന്ന അമിതമായ അസിഡിറ്റി, അതായത് അമ്ലത, അത് ആസിഡ് പെപ്റ്റിക് ഡിസോർഡർ എന്ന് പറയും. അത് കൂടുതലായി വർദ്ധിക്കുന്നതോടൊപ്പം ക്രമേണ കുടലിൻ്റെ ശേഷ്മസ്തരങ്ങളെ മുറിവുണ്ടാക്കി കുടലിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. ആയുർവേദ ശാസ്ത്രം ഈ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ എൻഡോസ്കോപ്പി തുടങ്ങിയ ആധുനിക രോഗനിർണയ ഉപാധികൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ അസുഖത്തെക്കുറിച്ച്, ഇത് ഏത് സമയത്തുണ്ടാകുന്നു, ഇത് കുടലിൻ്റെ ഏത് ഭാഗത്താണ് അസുഖ അവസ്ഥ അല്ലെങ്കിൽ വ്രണം ഉള്ളത് എന്നൊക്കെ വളരെ വ്യക്തമായി നിർവചിച്ചിരിക്കുന്നതായി കാണാം. ഈ അസുഖം ഉണ്ടാകുന്നത് തന്നെ കൃത്യസമയത്ത്, നേരത്തെ ഈ കത്തെഴുതിയ ആൾ സൂചിപ്പിച്ചതുപോലെ കൃത്യസമയത്ത് അവർക്ക് ആഹാരം കഴിക്കാൻ കഴിയാതിരിക്കുക, അതായത് അവരുടെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് ഈ ആസിഡ് ശരീരത്തിൽ ദഹനത്തിന് ആവശ്യമായ രസങ്ങൾ ഉണ്ടായിരിക്കുന്ന ആ അവസ്ഥയിൽ ആഹാരം കൃത്യമായി കഴിക്കാൻ കഴിയാതിരിക്കുക. അതോടൊപ്പം ജോലിയുടെ പ്രത്യേകത കൊണ്ട് രാവിലെ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോഴുള്ള മിക്കവാറുമുള്ള ഈ ട്രാൻസ്പോർട്ടിൽ ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ രാവിലെ, അതായത് 4 മണിക്ക് ഡ്യൂട്ടി തുടങ്ങുകയും രാത്രി അധികം താമസിച്ച് ഡ്യൂട്ടി നിർത്തുന്നവരാണ്. അതായത് ഒരു ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളായിട്ടാണ് കണ്ടുവരുന്നത്. അത്തരം ആളുകൾക്ക് വെളുപ്പം കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് പോവുകയും തിരിച്ച് വന്നു കയറുന്നത് തന്നെ രാത്രി അർദ്ധരാത്രിയോട് അടുക്കുമ്പോഴുമാണ്. അപ്പോൾ അവരുടെ ഒരു ദിവസത്തെ ജീവിതചര്യകൾ മുഴുവനായി തെറ്റും, അതായത് താളം തെറ്റും. അവർക്ക് രാവിലെ കൃത്യസമയത്ത് കക്കൂസിൽ പോകുവാനോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആഹാരം കഴിച്ചു കൊണ്ടുപോകാനോ കഴിയില്ല. അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള സമയങ്ങളിൽ ബസ് എപ്പോഴാണോ ബസ് സ്റ്റാൻഡിൽ ചെല്ലുന്നത് ആ സമയത്ത് മാത്രമേ ഇവിടെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് ആഹാരം കഴിക്കാൻ കഴിയുന്ന ആളുകളാണ്. ഇത്തരം ആളുകളിൽ ഈ അസുഖം വളരെ കൂടുതലായി ഇന്ന് കണ്ടുവരുന്നു. ആയുർവേദ ചികിത്സയ്ക്കായി ഇത്തരം ആളുകൾ സമീപിക്കുന്നത് ഇന്ന് വളരെ കൂടുതലാണ്. ഈ അസുഖം പൂർണ്ണമായി മാറണമെങ്കിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിത രീതി ചിട്ടപ്പെടുത്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. അതായത് കൃത്യമായ ആഹാരം, കൃത്യസമയങ്ങളിലുള്ള ആഹാരം, അത് എളുപ്പത്തിൽ ദഹിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ആഹാരം, ഭക്ഷണത്തിൽ എരിവ്, പുളി മുതലായവ കുറച്ചുകൊണ്ട് ആഹാരം ശീലിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുവാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക. കൃത്യമായ ആഹാരത്തിനോടൊപ്പം വെള്ളം ചെല്ലാതിരുന്നാലും ഈ സമയത്ത് വയറിനകത്ത് ആവശ്യമായ ജലാംശത്തിൻ്റെ കുറവ് കൊണ്ടും ആസിഡിൻ്റെ അവസ്ഥ വളരെ വർദ്ധിക്കുകയും അവിടെ അത് കുടൽ വ്രണത്തിനോ അല്ലെങ്കിൽ മറ്റ് ആസിഡ് പെപ്റ്റിക് ഡിസീസ് ഉണ്ടാക്കുവാനും ഒക്കെ ഇടയാക്കും. അതോടൊപ്പം തന്നെ ഇന്ന് കിട്ടുന്ന ആധുനികമായ പാനീയങ്ങൾ, അതായത് ഈ കടകളിൽ നിന്ന് കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത് പലതും അതിനകത്ത് രുചിയും വർണ്ണവും ആർട്ടിഫിഷ്യലായി ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് സാധാരണഗതിയിലുള്ള ആമാശയത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവ്യവസ്ഥയുടെ സാധാരണമായ രീതിയെ ഇല്ലാതാക്കുന്നതാണ്. അത്തരം ആഹാരങ്ങളും ഇത്തരം ആളുകൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ, ഈ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങളെല്ലാം തന്നെ ദഹന വ്യവസ്ഥയെ താളം തെറ്റിക്കുന്നതാണ്. അതുപോലെ തന്നെ ദഹിക്കുവാൻ പ്രയാസമുള്ള വളരെ കട്ടിയുള്ള ഇറച്ചി വർഗ്ഗങ്ങൾ,
ഇത്തരം ജോലി ചെയ്യുന്നവർ അത്തരം ആഹാരങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കേണ്ടതാണ്. അല്ലാതെ ഇത് സ്ഥിരമായി കുടലിൽ ഇത്തരം അവസ്ഥ വന്നാൽ വിവിധയിനം ബാക്ടീരിയകൾ കുടലിൽ വളരുവാനും അത് ക്രമേണ ഒരു പ്രത്യേക തരത്തിലുള്ള അൾസർ രൂപാന്തരപ്പെടുവാനും ഇടയാക്കും. ആയുർവേദ ശാസ്ത്രം ഈ ആഹാര വിഹാരങ്ങളോടൊപ്പം തന്നെ മാനസികമായ സംഘർഷം വളരെ കുറയ്ക്കണം എന്ന് ഇതിൽ നിർദ്ദേശിക്കാറുണ്ട്. കാരണം മാനസികമായ സംഘർഷമുള്ള ആളുകൾക്ക് ഈ ആസിഡ് അമിതമായി വയറിനകത്ത് ഉൽപ്പാദിപ്പിക്കുകയും ഓരോ പ്രാവശ്യവും ഉണ്ടാകുന്ന ടെൻഷൻ അനുസരിച്ച് കുടലിൽ ഇത് കെട്ടിക്കിടക്കുവാനും ഇത്തരം അസുഖങ്ങളിലേക്ക് നയിക്കുവാനും ഇടയാക്കും. അതുകൊണ്ട് മാനസിക സംഘർഷം കുറയ്ക്കുക, ദഹനത്തിന് എളുപ്പമുണ്ടാകുന്ന ആഹാരങ്ങൾ ശീലിക്കുക, ദഹന വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക, കൃത്യസമയത്ത് മലമൂത്ര വിസർജനം, അതായത് വേഗാന്നധാരയെന്നാണ്. ഇത്തരം വേഗങ്ങൾ നമ്മൾ തടുക്കാത്ത വിധത്തിൽ കൃത്യസമയത്ത് മലമൂത്ര വിസർജനം നടത്തുവാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ അസുഖത്തെ ഒരു പരിധിവരെ നമുക്ക് തടയിടുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത് കൃത്യമായി ചില മരുന്നുകൾ ശീലിച്ചാൽ തന്നെ ഈ അസുഖത്തെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനും കഴിയും. മരുന്ന്, കൃത്യമായ വ്യായാമം, കൃത്യമായ ആഹാരം, ഈ മൂന്നും കൊണ്ട് ഈ അസുഖത്തെ പൂർണ്ണമായി സുഖപ്പെടുത്തുവാനും കഴിയുന്നതായി കാണുന്നു. നമുക്ക് നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചികിത്സിക്കാൻ കഴിയുന്ന സ്വന്തമായി ഉണ്ടാക്കി കഴിക്കുവാൻ കഴിയുന്ന ഒരു മരുന്നാണ് വിഷ്ണുക്രാന്തി അല്ലെങ്കിൽ കൃഷ്ണക്രാന്തി എന്ന് പറയുന്ന ഒരു ചെറു സസ്യം. ഈ സസ്യം നമ്മൾ ഭംഗിയായി അരച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് അല്പം പഞ്ചസാരയും അല്പം തേനും ചേർത്ത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ മാനസിക സംഘർഷം കുറയ്ക്കുന്നതോടൊപ്പം ഉദരവ്രണങ്ങളെ അത് ഒരു പൂർണ്ണമായി തന്നെ ശമിപ്പിക്കുന്നതായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ലഭ്യമായ ഒരു ഔഷധമാണ്. ഇത് സ്വന്തമായി ഉണ്ടാക്കി കഴിക്കുവാൻ സമയമുള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഇതിനകത്ത് പുളിച്ചു തകട്ടലും വല്ലപ്പോഴുമൊക്കെ ഛർദിലും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇത് ആസിഡ് വളരെ കൂടുതൽ വയറിനകത്ത് അമ്ലത്വം ഉണ്ടാകുന്നുവെന്നും ദഹന വ്യവസ്ഥ വളരെ മോശമാണെന്നും ഇതിൽ കാണാൻ കഴിയും. അതുമാത്രമല്ല, ചെറിയ രീതിയിലുള്ള കുടൽ വ്രണങ്ങൾ ഉണ്ടോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ആളുകൾ നമുക്ക് വിപണിയിൽ ലഭ്യമായ ബലാപുനർനവാദി കഷായം 2 ധാന്വന്തരം ഗുളിക ചേർത്ത് രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് ഈ വ്രണത്തിനെ ശമിപ്പിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അസിഡിറ്റി കുറയ്ക്കുന്നതായി കണ്ടുവരുന്നു. അതോടൊപ്പം ഈ ഛർദിലും പുളിച്ചുതകട്ടലുമൊക്കെ ഉള്ള ആളുകൾ വില്വാദി ലേഹ്യം എന്ന് പറഞ്ഞ ഒരു ലേഹ്യം ലഭ്യമാണ്. വില്വാദി ലേഹ്യം, ഈ വില്വാദി ലേഹ്യം 1 ടേബിൾ സ്പൂൺ, അതിനോടൊപ്പം ശംഖഭസ്മം അതിപ്പോൾ ക്യാപ്സ്യൂളായിട്ട് ലഭിക്കും, അല്ലെങ്കിൽ ശംഖഭസ്മം വാങ്ങാൻ കഴിയും. അല്പം ശംഖഭസ്മം ചേർത്ത് രാവിലെ വെറുവയറ്റിലും രാത്രി കിടക്കുന്നതിന് മുമ്പും കഴിക്കുന്നതാണെങ്കിൽ സ്ഥിരമായി കഴിച്ചാൽ കുടൽ വ്രണത്തെ ശമിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവിധ ഔഷധങ്ങൾ ചേർത്ത് കാച്ചിയ നെയ്കൾ, അതായത് ചാർങ്ങേരിയാദി ഘൃതം അല്ലെങ്കിൽ സുകുമാരഘൃതം അല്ലെങ്കിൽ മഹാദിക്ത ഘൃതം, ഇത്തരം ഘൃതങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സേവിച്ചാൽ ഈ വ്രണം ശമിക്കുന്നതായി കാണാം. ഈ അസുഖം നമ്മൾ കൃത്യമായ മരുന്ന് സേവയും പഥ്യനിഷ്ഠയോടും കൂടി ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ കഴിയുമെങ്കിലും നമ്മുടെ ആഹാരവിഹാരങ്ങൾ, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഇതിന് വിരുദ്ധമായി വന്നാൽ ഈ അസുഖം വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഈ അസുഖം പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുവാൻ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ചില പ്രത്യേക സ്നേഹപാന ചികിത്സ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അകത്തും പുറത്തും സ്നേഹം, മനസ്സിനും ശരീരത്തിനും സ്നേഹം നൽകുന്ന ചികിത്സ പ്രത്യേകിച്ച് തന്നെ പറയുന്നുണ്ട്. അത് പ്രത്യേകം ഔഷധങ്ങൾ ഇട്ട് കാച്ചിയ നെയ്യ് പാലോട് ചേർത്ത് ഒരു 7 മുതൽ 14 ദിവസം വരെ തുടർച്ചയായി, അതൊരു ആശുപത്രിയിൽ താമസിച്ചുകൊണ്ട് പറ്റുകയുള്ളൂ. അത് ഔഷധം ഈ പാലിൽ തന്നെ ഈ നേരത്തെ നിർദ്ദേശിച്ച നെയ്കൾ ഒരു ഡോക്ടറുടെ വ്യക്തമായ നിർദ്ദേശത്തോടെ അല്ലെങ്കിൽ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ എല്ലാ ദിവസവും ഇത് സേവിക്കുകയും ശരീരത്തിനെ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും അതിനുശേഷം 7 ദിവസത്തിന് ശേഷം യുക്തമായ, അതായത് ശരീരം സ്നേഹയുക്തമായാൽ അതിനുശേഷം യുക്തമായ ശോധനം, അതായത് പ്യൂരിഫിക്കേഷൻ,
ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് കുടലിന് സ്വാഭാവികമായ അതിൻ്റെ ശക്തി വീണ്ടെടുക്കുവാൻ കഴിയുകയും ശ്ലേഷ്മസ്തരങ്ങൾ, അതായത് ദ്രവിച്ചു പോയ അല്ലെങ്കിൽ കേടുപറ്റിയ ശ്ലേഷ്മസ്തരങ്ങൾ കുടലിനകത്ത് പൂർവ്വസ്ഥിതിയിലാകുവാനും ഈ അസുഖം പൂർണ്ണമായി ശമിപ്പിക്കുന്നതിനും സാധിക്കും. അത് ഇതിൽ പ്രത്യേകിച്ച് നിർദ്ദേശിക്കുവാനുള്ളത്, നിങ്ങളുടെ ജീവിതം, അതായത് നിങ്ങളുടെ ഈ തൊഴിൽ ഒരു സിംഗിൾ ഡ്യൂട്ടി, അതായത് ഒറ്റ ഡ്യൂട്ടി കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുക. രാവിലെ 9-നും വൈകിട്ട് 8-നും ഇടയ്ക്ക് തീരുന്ന അങ്ങനത്തെ ഒരു ഡ്യൂട്ടിയാണെങ്കിൽ അത് കഴിയും. അതായത് ഒക്കുപ്പേഷൻ നിങ്ങൾക്ക് ഒരു അല്പം റീഅറേഞ്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് കൃത്യമായ എക്സസൈസ്, ചെറിയ ശ്വസന വ്യായാമങ്ങൾ, അതായത് ടെൻഷൻ കുറയ്ക്കാനുള്ള വ്യായാമങ്ങൾ, ആഹാരത്തിൽ ശ്രദ്ധയോടുകൂടി, അതായത് പുളിച്ചതും അധികമായി എരിവുള്ളതും അല്ലെങ്കിൽ ആസിഡ് ചേർന്ന ഈ ആധുനിക പാനീയങ്ങൾ ഒഴിവാക്കുകയും കൃത്യമായ സമയത്ത് ഉറങ്ങുകയും കൃത്യമായി ഉറക്കമൊണീക്കുകയും ഒക്കെ ചെയ്യുകയും നാരുള്ള ഭക്ഷണങ്ങൾ, അതായത് വാഴത്തട, വാഴപ്പിണ്ടി എന്ന് നമ്മൾ പറയുന്ന വാഴത്തട, വാഴക്കൂമ്പ്, വിവിധയിനം ഇലക്കറികൾ എല്ലാം കൃത്യമായി കഴിച്ചുകൊണ്ട് മലബന്ധത്തെ ഒഴിവാക്കുകയും ചെയ്താൽ ഈ അസുഖത്തിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കും എന്നുള്ളതിന് സംശയമില്ല. ആയുർവേദ ശാസ്ത്രം കൃത്യമായി നിങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ ഈ അസുഖത്തിൽ നിന്ന് തീർച്ചയായും നിങ്ങൾക്ക് പൂർണ്ണമായി മോചനം ലഭിക്കും. പരിചയപ്പെടുത്തുന്ന ഔഷധവൃക്ഷം ആര്യവേപ്പ്. ഇത് ഇന്ത്യയിലുടനീളം വന്യമായി വളരുന്ന ഒരു ഔഷധ വൃക്ഷമാണ്. ഏകദേശം 15 മുതൽ 20 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതായി കാണുന്നു. ഔഷധങ്ങൾക്കായി ഇത് വ്യാപകമായി ഇന്ന് കൃഷി ചെയ്തു വരികയും ചെയ്യുന്നു. ഇതിൻ്റെ മലയാളത്തിലെ പേര് വേപ്പെന്നാണ്. ഇത് സംസ്കൃതത്തിൽ നിംബ എന്നറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഇന്ത്യൻ മാർഗോസ ട്രീ എന്നാണ് പറയുന്നത്. നീം ട്രീ എന്നും പറയുന്നു. ഇത് അസറാറ്റ ഇൻഡിക്ക എന്ന ബൊട്ടാണിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന ഔഷധ വൃക്ഷമാണ്. ഇത് വിവിധതരം 3 തരം ഔഷധ സസ്യങ്ങളെ ഈ വേപ്പിൻ്റെ ഗണത്തിൽപ്പെടുത്തി വിവിധ ടെസ്റ്റുകളിൽ പ്രതിപാദിച്ച് കാണുന്നുണ്ട്. പക്ഷെ നമ്മളിന്ന് പരിചയപ്പെടുന്ന വൃക്ഷം ആര്യവേപ്പ്, അതായത് അസഡിറാക്റ്റ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമത്തിൽ ബൊട്ടാണിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന ആര്യവേപ്പാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ ഔഷധ യോഗ്യ ഭാഗങ്ങളായി വേരിന്മേൽ തൊലി, പട്ട, ഇതിൻ്റെ ഇല, പൂവ്, വിത്തിൽ നിന്നെടുക്കുന്ന തൈലം ഇവ ഉപയോഗിച്ചു വരുന്നു. സാധാരണഗതിയിൽ ആര്യവേപ്പ് കഫ പിത്തഗ്നമായി, അതായത് കഫത്തെയും പിത്തത്തെയും ശമിപ്പിക്കുന്നതായി ഇട്ടാണ് കണ്ടുവരുന്നത്. എന്നാൽ വിത്തിൽ നിന്നെടുക്കുന്ന തൈലം ഇത് വ്യാപകമായി വാതരോഗ ശമനത്തിനായി ഉള്ളിലും പുറത്തും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇത് കൃമിനാശനമായ ഒരു ഔഷധമായിട്ടും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇത് അഗ്നിദീപ്തിയെ ഉണ്ടാക്കും. ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠം ഉൾപ്പെടെയുള്ള ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്.
കുടുംബത്തിൽ തന്നെ ഒരാളിനുണ്ടാകുമ്പോൾ ആ മുറി വേപ്പില കൊണ്ട് നമ്മൾ സംരക്ഷിച്ചാൽ തുടർച്ചയായി മറ്റുള്ള ആളുകൾക്ക് ഇത് പകരുന്നത് കുറയുന്നതായി കാണും. ഗർഭനിരോധനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് ഈ വേപ്പിൻ്റെ കുരുവിൽ നിന്നെടുക്കുന്ന എണ്ണ. സാധാരണ വേപ്പെണ്ണയിൽ പുരുഷ ബീജത്തെ വേപ്പെണ്ണയ്ക്ക് പെട്ടെന്ന് തന്നെ നശിപ്പിക്കുവാൻ കഴിയുന്നതായി കാണും. പുരുഷ ബീജത്തിൻ്റെ ചലനശേഷി 5 മിനിറ്റ് കൊണ്ട് തന്നെ നശിച്ചു പോകുന്നതായി ഈ വേപ്പെണ്ണ ഉപയോഗിക്കുമ്പോൾ കാണും. അതുപോലെ തന്നെ വേപ്പെണ്ണയിൽ നിന്നെടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ സത്ത് ഗർഭാശയ ഗളത്തിൽ കുത്തിവെക്കുന്നതായാൽ, സ്ത്രീകൾക്ക് കുത്തിവെക്കുന്നതായാൽ ഏകദേശം 5 മാസം വരെ ഗർഭനിരോധന ഫലം ആ സ്ത്രീകൾക്ക് ലഭിക്കുന്നതായി കണ്ടുവരുന്നു. വേപ്പിലയിൽ നിന്നെടുക്കുന്ന സത്ത് സാധാരണ രക്താതിമർദ്ദം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നതായും അതോടൊപ്പം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതായും കാണുന്നു. ഹൃദയ ആരോഗ്യ വർധനയ്ക്കും ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനുമായി ഇതിൻ്റെ വേപ്പിലയിൽ നിന്നെടുക്കുന്ന സത്ത് ഫലപ്രദമാണ്. പഞ്ചസാരയുടെ അസുഖം ഉള്ളവർക്ക് ഈ വേപ്പിലയിൽ നിന്നെടുക്കുന്ന സ്വരസം കഴിക്കുന്നത് കൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ സാധിക്കും. സാധാരണഗതിയിൽ സന്ധികളിലുണ്ടാകുന്ന വേദന, നീര് തുടങ്ങിയവയ്ക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഇലക്കിഴികൾക്ക് ചൂടാക്കുവാനായി പുരട്ടുവാനായും ഉപയോഗിക്കുന്നത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ ചേർത്ത് കിഴികൾ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ സന്ധികളിലുണ്ടാകുന്ന നീരിനെയും വേദനയും ശമിപ്പിക്കുന്നതായി കാണും. സാധാരണ ശരീരത്തിലുണ്ടാകുന്ന വറട്ട് ചൊറി, റിംഗ് വേം, അതായത് കുഞ്ഞുങ്ങളുടെയും മുതിർന്ന ആളുകൾക്കും തുടയുടെ ഇടുക്കുകളിലുണ്ടാകുന്ന ഒരുതരം ഫംഗസ് ബാധ, ഇതിന് വേപ്പിൻ്റെ ഇല തൈരിൽ അരച്ചു പുരട്ടുക, അല്ലെങ്കിൽ നിംബപത്ര ചൂർണം വാങ്ങാൻ കിട്ടുന്ന ചൂർണമാണ് അത്. തൈരിൽ കുഴച്ച് ഈ ഭാഗത്ത് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുന്നത് പൂർണ്ണമായി ഫംഗസ് ബാധയെ, അതായത് റിംഗ് വേം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ പെട്ടെന്ന് തന്നെ കുറയ്ക്കും.